12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറെയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടി ഇതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഈ അധ്യായത്തിനകത്ത് 3 അത്ഭുതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ അത്ഭുതം, ലഗ്യോൻ ബാധിച്ചവനായ ഒരു വ്യക്തിയെ സർവശക്തനായ ദൈവം അവൻ ആയിരിക്കുന്ന സ്ഥലത്ത് നേരിട്ട് ചെന്ന് ഇറങ്ങി ആ വ്യക്തിയെ വിടുവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ മറ്റൊരു അതേ അധ്യായത്തിനകത്ത് തന്നെയാണ് 12 സംവത്സരമായി രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുക്രിസ്തുവിനെ അങ്ങോട്ട് ചെന്ന് തൊട്ട് സൗഖ്യം പ്രാപിക്കുന്നു. അതേ അദ്ദേഹത്തിൽ മറ്റൊരു സംഭവം നടക്കുന്നു. ഒരു അപ്പൻ മരിച്ചുപോയ ഒരു മകൾക്ക് വേണ്ടി വഴിയരികിൽ യേശുവിനെ കാത്തു നിന്ന് കാല് പിടിച്ച് ഭവനത്തിൽ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ 3 സബ്ജക്റ്റുകൾ, 3 വിടുതലുകൾ അവിടെ കാണുവാൻ സാധിക്കും. 3 ഡെലിവറൻസും 3 വ്യത്യസ്ത രീതിയിലാണ് സംഭവിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ട ഒരു വ്യക്തിയെ, ലഗ്യോൻ ബാധിച്ചവനെ ദൈവം തന്നെ നേരിട്ട് അവനെ എന്ത് ചെയ്യുക, അവനായിരിക്കുന്ന സ്ഥലത്ത് അവൻ തന്റെ ബന്ധനം അഴിക്കുവാൻ, ആർക്കും അഴിച്ചുകൂടാത്ത, ആർക്കും സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത, തന്നെത്താൻ തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരുന്ന പൈശാചി ബന്ധനമുള്ളവനെ കർത്താവ് നേരിട്ട് ചെന്ന് അവൻ ആ യേശുവിനെ കാണുമ്പോൾ തന്നെ അന്ന് വരെ സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നവന് ഉടനടി സുബോധം വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് നമുക്ക് ഇതിനകത്ത് ഇരിക്കുമ്പോഴും ദൈവം നേരിട്ടിറങ്ങി വിളിച്ചവരും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അങ്ങോട്ട് ചെന്ന് വിളിച്ചവരും ഉണ്ട്. ഇന്ന് പല ആൾക്കാർ ഇതിനകത്ത് ഇരിക്കുകയാണ്. കർത്താവ് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഇന്ന് ചിലരെ, നിങ്ങളുടെ ബന്ധുക്കളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം ചിലരെ ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ജാതികളെ കർത്താവ് എന്ത് ചെയ്യും, ജാതികളുടെ അനുഭവത്തിലായിരിക്കുന്നവരെ ദൈവം അവരുടെ റൂമിനകത്ത്, സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം അദ്ദേഹത്തിന്റെ റൂമിനകത്ത് ഇറങ്ങി അദ്ദേഹത്തെ തൊടാനിടയായി. ഹല്ലേലൂയ. തനിക്ക് ബോധിച്ചവനെ, തനിക്ക് പ്രിയം ഉള്ളവരെ, തനിക്ക് ഇഷ്ടപ്പെട്ടവരെ, അല്ലെങ്കിൽ താൻ ലോക സ്ഥാപനത്തിന് മുമ്പ് ഒരു പ്ലാനും പദ്ധതിക്ക് വേണ്ടി കണ്ടവരെ ആ കർത്താവിനെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും, ബൈബിൾ എടുത്താലും എടുത്തില്ലെങ്കിലും, സുവിശേഷം കേട്ടാലും കേട്ടില്ലെങ്കിലും ചിലരെയൊക്കെ റൂമിനകത്ത് അല്ലെങ്കിൽ അവന്റെ അടുക്കൽ ദൈവം ഇറങ്ങി തിരിക്കാനിടയാകും. ദൈവം ഇറങ്ങി വന്ന് അവരെ വിടുവിക്കാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവത്തെ അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന 33 കോടി ദൈവങ്ങളിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞ് ജനലും എല്ലാ റൂമുകളെല്ലാം അടച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ ആ റൂമിനകത്ത് സർവശക്തനായ ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന സത്യ ദൈവം ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലഗ്യോൻ ബാധിച്ച് പൈശാചിക ബന്ധനങ്ങളാൽ പിടിക്കപ്പെട്ട്, ഭൂതങ്ങളാൽ പിടിക്കപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ടിരുന്ന ഞങ്ങൾക്ക് സുബോധം തരുവാൻ ഞങ്ങളെ അന്വേഷിച്ചു വന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ആ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന പലർക്കും ദൈവിക വിസിറ്റേഷനുകൾ, ദൈവിക സന്ദർശനങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആ പത്രോസ് പറഞ്ഞതുപോലെ മഹിമ കണ്ട സാക്ഷികളായി തീരാൻ ഇതിനകത്തിരിക്കുന്ന ചിലർക്കൊരു ഭാഗ്യം ദൈവം കൊടുത്തതിനായി നന്ദി പറയുകയാണ്. മഹത്വം കണ്ട, മഹിമ കണ്ട സാക്ഷികളായി തീരാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ശക്തിയോടെ, അതിശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് എന്നെ ദൈവമേ തിരഞ്ഞെടുത്തതിനായി നന്ദി. ഈ റൂമിനകത്ത്, ഈ ഹോളിനകത്ത് ദൈവത്തെ ആത്മാവിലും സത്യത്തിൽ ആരാധിപ്പാൻ ഇന്ന് പകല് എന്റെ അടുക്കൽ ഇരിക്കുന്നവരെ പോലെ തന്നെ എന്നെയും തിരഞ്ഞെടുത്തതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം, കർത്താവ് ലഗ്യോൻ ബാധിച്ചവന്റെ അടുക്കൽ ഇറങ്ങി ചെല്ലുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ തലയിൽ കൈവച്ച്, ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആൾക്കാരും പോലും ഭൂതം പിടിച്ചവന്റെ തലയിൽ അരിയാട്ടുന്നത് പോലെ 1.5 മണിക്കൂർ തലയിൽ കൈവച്ച് ആണോ യേശു, അങ്ങനെയാണോ ശുശ്രൂഷിച്ച് ലഗ്യോൻ ബാധിച്ചവനെ? പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യും?
ആ വ്യക്തിയുടെ തലയിൽ കൈവച്ച് 1.5 മണിക്കൂർ പിന്നെ അവിടെ ഇട്ട് തലയിട്ട് ഉരുട്ടി ആട്ടി എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു ഭൂതത്തെ അവന് കവാലത്തിൽ അടി കൊടുക്കുന്നവരുണ്ട്, ചൂരൽ വെട്ടി അടിക്കുന്നവരുണ്ട്, അറിയാവുന്ന സകല അഭ്യാസവും ഈ ഭൂതം പിടിച്ചവന്റെ മേലെ പ്രയോഗിക്കുന്നവരുണ്ട്, ഇട്ട് ഉരുട്ടുന്നവരുണ്ട്, ഡൈവ് ചെയ്യിപ്പിക്കുന്നവരുണ്ട്. എന്തെല്ലാമാണെന്നറിയാമോ ചെയ്യുന്നത്. പക്ഷേ കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കിയത്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, കർത്താവ് യേശുവിനെ കണ്ടപ്പോൾ തന്നെ അവന്റെ സകല 6000 ഭൂതം എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്, ഒറ്റ നിമിഷം കൊണ്ട് ആ വ്യക്തിയെ വിട്ട് ഓടിപ്പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതിന്റെ പുറകിൽ കർത്താവിന്റെ രഹസ്യം വേറൊന്നുമല്ല. പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പ് രഹസ്യത്തിൽ മലമേൽ കയറി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം യേശുവിന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിനക്കും ഭൂതത്തെ പുറത്താക്കാൻ സാധിക്കും. നീ മലമേൽ കയറി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് അസാധ്യമായി ഒന്നും കാണത്തില്ല. കരങ്ങളെ അടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവൻ, ദൈവവുമായിട്ട് ബന്ധമുള്ളവന് അസാധ്യമായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ദൈവവുമായിട്ട് ബന്ധമുള്ളവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിനോട്ട് ബന്ധം നിനക്കുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടെങ്കിൽ, നീ യേശുവുമായിട്ട് കണക്റ്റ് ആണെങ്കിൽ, സ്വർഗവുമായി നിനക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നീ ചെയ്യുന്നതൊക്കെ സാധിക്കുമെന്ന് വചനം പറയുകയാണ്. നിനക്ക് ഭൂതത്തെ പുറത്താക്കാൻ പറ്റും, രോഗബന്ധനങ്ങളെ അഴിക്കാൻ പറ്റും, ശാപങ്ങളെ പൊട്ടിക്കാൻ സാധിക്കും. മിറക്കിൾ ഹീലിംഗ്, ദൈവശക്തി ഇപ്പോൾ ഇതിനകത്ത് ഇറങ്ങുകയാണ്. ഇന്ന് പകല് ദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് ഞാൻ കാണുകയാണ്. ഇന്ന് നിന്റെ അടുക്കൽ ദൈവദാസന്മാരല്ല വന്ന് തൊടുന്നത്, നിന്നെ തൊടാൻ യേശു വരാൻ പോവുകയാണ്. എന്റെ കർത്താവ് നിന്റെ അടുക്കൽ ഇറങ്ങി ഇന്ന് പകൽ നിന്നെ തൊട്ട് നിന്റെ ബന്ധനം ഇന്ന് പകൽ അഴിയട്ടെ. ചില വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു, നിന്റെ ഉള്ളിൽ ഭൂതങ്ങളുടെ മേലൊരു അധികാരം വെളിപ്പെടാൻ പോകുന്നു. ഒരു ദൈവശക്തി നിന്റെ അകത്ത് കത്താൻ പോവുകയാണ്. നീ തൊടുമ്പോൾ പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു വരും. ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹിക്കുന്നു ദുരാത്മാക്കളെ പുറത്താക്കുന്ന ഒരു ശുശ്രൂഷ? ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ എന്താണ്? അവിടെ പ്രസംഗം മാത്രമല്ല, അവിടെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ രോഗികൾ സൗഖ്യമാകുമായിരുന്നു, ഭൂതങ്ങൾ പുറത്താകുമായിരുന്നു. യേശുക്രിസ്തുവിന്റെ ആ 4 സുവിശേഷങ്ങളിലെ അതേ ശുശ്രൂഷ നിന്റെ ജീവിതത്തിലൂടെ ദൈവം ചെയ്തെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവരാജ്യം എന്ന് പറയുന്ന, പ്രൈസ് ദി ലോർഡ്, ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിനകത്ത് അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വീര്യപ്രവർത്തികളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് മണിക്കൂറുകൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന പരിപാടി അല്ലായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പ്രസംഗങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. അതിൽ അപ്പുറം ജനത്തിനൊരു വിടുതൽ സംഭവിക്കുന്നില്ല, ജനത്തിന്റെ ബന്ധനങ്ങൾ അഴിയുന്നില്ല, ജനത്തിന്റെ രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടുന്നില്ല. അവരുടെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ദുരാത്മാക്കൾ അതുപോലെ തന്നെ ഇരിക്കുകയാണ്. അവർ എവിടെയോ മാർക്കറ്റിൽ പോയി സിനിമാശാലയിൽ വന്നിരിക്കുന്നത് പോലെ, അവർ സിനിമ കാണുന്നത് പോലെ ഇരുന്നിട്ട് അതുപോലെ ഭൂതം കൊണ്ട് പോവുകയാണ്. അതല്ല ദൈവരാജ്യത്തിന്റെ പ്രത്യേകത. ഇന്ന് പകല് KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനകത്തുള്ള ദൈവിക ശുശ്രൂഷയിൽ ദൈവരാജ്യം വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടണം. ദൈവരാജ്യത്തിന്റെ റിയൽ മിനിസ്ട്രി വെളിപ്പെടണം. ദൈവരാജ്യത്തിനകത്ത് വരുന്നവന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ ബന്ധനവും കൊണ്ട് മടങ്ങി പോകത്തില്ല, അവൻ ഭൂതത്തെ കൊണ്ട് മടങ്ങി പോകത്തില്ല, അവൻ രോഗത്തെ കൊണ്ട് മടങ്ങി പോകത്തില്ല. ഇന്ന് പകല യേശുവിന്റെ നാമത്തിൽ നിന്റെ മിനിസ്ട്രി, നിന്റെ അകത്തൊരു ദൈവശക്തി ഇറങ്ങാൻ പോവുകയാണ്. നിന്റെ ബന്ധനം അഴിയാൻ പോവുകയാണ്. ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത്ഭുതകരമായൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോവുകയാണ്. പ്രൈസ്. ദൈവരാജ്യത്തിന്റെ ഒരു പ്രത്യേകത. ഹല്ലേലൂയ. യേശു കർത്താവ് എപ്പോഴൊക്കെ പരസ്യ ശുശ്രൂഷയിൽ വന്നോ അപ്പോഴൊക്കെ ഭൂതങ്ങൾ അലറി വിളിക്കും. ഹല്ലേലൂയ. 4 സുവിശേഷങ്ങൾ നോക്കുമ്പോൾ അവിടെ എല്ലാം പരസ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് എല്ലാം ഡെലിവറൻസ് മിനിസ്ട്രികൾ നടക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് എന്തിനാ വന്നത്? കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ, ബന്ധിതരെ വിടുവിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം എന്ന പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിന്റെ അകത്തുള്ള അഭിഷേകത്തിന്റെ പ്രത്യേകത ഇതാണ്. നീ എവിടെ ചെന്നാലും അവിടെ പൈശാചിക ബന്ധനങ്ങൾ ഇളകണം. നീ എവിടെ ചെന്നാലും അവിടെ രോഗികൾ സൗഖ്യമാക്കപ്പെടണം. നീ എവിടെ ചെന്നാലും അവിടെ ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കണം, അവിടെ കുരുട്ട് കണ്ണുകൾ തുറന്നിരിക്കണം, അവരുടെ ബാധകൾ അഴിഞ്ഞിരിക്കണം. അതിനാ ദൈവം നിന്നെ വിളിച്ചത്. യേശുവിന്റെ ആത്മാവുള്ളവർ മാത്രം കരങ്ങളെ അടിച്ച് ആത്മാവിൽ
ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇതിനകത്ത് നമ്മൾ ആരാധിക്കുന്ന കർത്താവിന്റെ പ്രത്യേകത, അവനിലുള്ള അതേ അഭിഷേകമാണ് നിന്റെ അകത്തുള്ളതെങ്കിൽ ഇന്ന് പകൽ നീ പ്രാർത്ഥിച്ചാൽ അത്ഭുതം സംഭവിക്കും. നീ പ്രാർത്ഥിച്ചാൽ ബന്ധനം അഴിയും. നീ പ്രാർത്ഥിച്ചാൽ കെട്ടഴിയും. നീ പ്രാർത്ഥിച്ചാൽ ശാപം പൊട്ടും. നീ പ്രാർത്ഥിച്ചാൽ രോഗബന്ധനം അഴിയും. നീ പ്രാർത്ഥിച്ചാൽ ഭൂതങ്ങൾ പുറത്തു വരും. കർത്താവ് ദൈവരാജ്യം ഇവിടെ വെളിപ്പെടുകയായി. ദൈവരാജ്യം വെളിപ്പെടുന്നതിന് മുമ്പ് ഈ പടകിനകത്ത് കയറി ഗദരദേശത്തോട്ട് പോവുകയാണ്. ഇവിടെ പോകുന്നെന്ന് കർത്താവ് പറഞ്ഞില്ല. പ്രൈസ് ലോർഡ്. തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ ഭയങ്കര പേടിത്തൊണ്ടന്മാരാണ്. പ്രൈസ് ലോർഡ്. അവര് ഭൂതമെന്ന് കേട്ടാൽ, പിശാചെന്ന് കേട്ടാൽ, രോഗമെന്ന് കേട്ടാൽ, ഡെലിവറൻസ് എന്ന് കേട്ടാൽ, ചില സ്ഥലങ്ങളിൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കിവിടെ വേറൊരു ചെറിയ സഭ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളെ കൂടെ ചേർന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച് PhD എടുത്ത ആളാണ്. അദ്ദേഹം അഭിഷേകം പ്രാപിച്ചിട്ടില്ല. PhD, BTH, BD ഒക്കെ അദ്ദേഹത്തിനുണ്ട്. പ്രൈസ് ലോർഡ്. അദ്ദേഹം ഞങ്ങളുമായിട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അന്യഭാഷയുണ്ട്, അഭിഷേകം ഉണ്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പഠിച്ച ഗ്രീക്കും ഹീബ്രു ഒക്കെ ഞങ്ങൾ പറഞ്ഞ് കേൾപ്പിച്ചിരുന്നു. ഇതൊക്കെയാണ് അന്യഭാഷ എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ അകത്ത് അഭിഷേകമില്ല. ഇദ്ദേഹം മുഴുവനായിട്ട് അറിവിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന കുറേ ചരിത്രങ്ങളും നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത പേരും കാര്യങ്ങളും ചരിത്രങ്ങളും ഹിസ്റ്ററി എല്ലാം പറഞ്ഞ് ഈ മനുഷ്യൻ ഞങ്ങളുടെ കൂടെ കൂടി. പ്രൈസ് ലോർഡ്. ഞങ്ങളിൽ ഒരു അഭിഷേകം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഞങ്ങളെ കൂടെ കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് ഞങ്ങളെ വെച്ച് ഒരു വലിയ സഭ ഉണ്ടാക്കി പിന്നെ ഞങ്ങളെ അടിച്ചു പുറത്താക്കുക. ഹല്ലേലൂയ. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് 2000 ഈ കുളവിക്കോണത്ത് ഒരു ചർച്ച്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റീട്ടു എന്ന് പറയുന്ന ഇലക്ട്രോണിക്സ് കടയിൽ ബാക്ക് സൈഡിൽ ഒരു വീടുണ്ട്. അവിടെ ഞങ്ങളെ കൊണ്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അന്നത്തെ കാലം ഞങ്ങൾക്ക് നിഷ്കളങ്കര, ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. എല്ലാവരും ഞങ്ങളങ്ങ് വിശ്വസിക്കും. ഈ മനുഷ്യനെ ഞങ്ങളങ്ങ് വിശ്വസിച്ചു. അദ്ദേഹം വളരെ ലാവണ്യത്തോടെ സംസാരിച്ചു, ചിരിച്ച് അച്ചായ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഡാഡിയെ കെട്ടിപ്പിടിച്ച് ഞങ്ങളെയൊക്കെ ഭയങ്കര സ്നേഹവും കരുതലും വന്ന് അദ്ദേഹം ഞങ്ങളെക്കുറിച്ച് നേരത്തെ കേട്ട് ടെസ്റ്റിമണി സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ട്, അന്ന് ഞങ്ങൾക്ക് ചർച്ച് മിനിസ്ട്രി തുടങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല, തുടങ്ങാൻ ആഗ്രഹമില്ല. CSIയുടെ അകത്ത് 9 വർഷം കഴിഞ്ഞ് നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. കർത്താവ് പറഞ്ഞിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. ഇദ്ദേഹം വന്ന് ചക്കര വാക്ക് മുഖസ്തുതി എല്ലാം പറഞ്ഞ് ഞങ്ങളെ കൂടെ കൂട്ടി ഈ കുളവിക്കോണത്ത് വന്നു. ഇവിടെ വന്ന് ആരാധന തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ജനങ്ങളങ്ങ് കൂടാൻ തുടങ്ങി. കാരണം പൈശാചി ബന്ധനങ്ങൾ അഴിയുന്നു, ഭൂതങ്ങൾ അലറി വിളിക്കുന്നു, വരുന്നവർക്കൊക്കെ ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകുന്നു, കാഴ്ച ഇല്ലാത്തവർ കാഴ്ചകൾ കിട്ടുന്നു. അങ്ങനെ ഭയങ്കര മിറക്കിൾസ് നടക്കാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. ഈ മിറക്കിൾസിൽ ജനങ്ങൾ വന്ന് കൂടാൻ തുടങ്ങി. ജനം വന്ന് കൂടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽസും അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പുറകിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വന്ന് ഒരു ദിവസം പറഞ്ഞു, ഞായറാഴ്ച ദിവസം ഭൂതത്തെ ഇളക്കാൻ പാടില്ല. പ്രൈസ് ലോർഡ്. ആദ്യം പിന്നെ അങ്ങോട്ട് ഓരോ നിബന്ധനകൾ വയ്ക്കാൻ തുടങ്ങി. ആദ്യമൊന്നും പ്രശ്നമില്ലായിരുന്നു. ജനങ്ങൾ വന്നു, ഒരുവിധം ജനങ്ങളെയൊക്കെ അദ്ദേഹം കയ്യിലാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിബന്ധന ഭൂതം ഇളകാൻ പാടില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞായറാഴ്ച ഭൂതം ഇളകാൻ പാടില്ല. ഞായറാഴ്ച വിശുദ്ധ ആരാധന ദിവസം നമ്മൾ ഭൂതത്തെ ഒന്നും ഇളക്കരുത്. അതായത് ഇദ്ദേഹം പറയുന്നത് നമ്മൾ ഇളക്കുന്നത് കൊണ്ടാണ് ഇളകുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോഴാണ് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ അകത്ത്. അപ്പോൾ അതിനു മുമ്പ് തലേ ദിവസം കർത്താവ് എനിക്കൊരു ദർശനം തരികയാണ്, വലിയൊരു സർപ്പശക്തി. ഈ മനുഷ്യനെ കാണിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ മുഖം കാണിച്ചിട്ട് വളരെ വലിയൊരു സർപ്പത്തെ ദൈവം കാണിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഒരു വലിയ ചതി, വഞ്ചന, ഇവൻ ഒരു വെളിച്ചപ്പാടിൻ്റെ ആത്മാവുള്ള വ്യക്തിയാണ്, നാളെ നിനക്കത് വെളിപ്പെടുമെന്ന് പറഞ്ഞു. ആരംഭത്തിൽ തന്നെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ആ മനുഷ്യനോട് പറഞ്ഞു, ഭൂതം ഇളകരുത് ഞായറാഴ്ച. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞങ്ങൾ പിന്നെ വർഷിപ്പ് ഞാൻ കയറി ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ നമ്മൾ ഇളകിയല്ല, വലിയൊരു 6 അടി പൊക്കമുള്ള ഒരു സ്ത്രീ ഭൂതം ഇളകി. പറഞ്ഞു അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, ഞാൻ ഇളക്കിയതല്ല, നിങ്ങൾ കണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിടത്തും ചെന്ന് ആരെയും ഭൂതം തലേ കൈവച്ച് ഇളകട്ടെ എന്ന് ഇതുവരെ ഈ ചർച്ചിൽ 8-9 വർഷമായിട്ട് ആരെയും ഞാൻ ആഴ്ച ഇളക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഭൂതം ഇളകി. 6 അടി പൊക്കമുണ്ട്. ഞാനുണ്ട്, എൻ്റെ പിതാവുണ്ട്, പുള്ളിയുണ്ട്, പുള്ളിയുടെ ഭാര്യയുണ്ട്, മോളുണ്ട്. അവരൊന്നും അഭിഷേകം പ്രാപിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ വലിയൊരു ദൈവശക്തി ഇവിടെ ഇറങ്ങി. ഇദ്ദേഹത്തിൻ്റെ സിംബന്ധികളായ കുറച്ച് ആൾക്കാർ കൂടെ ഇദ്ദേഹത്തിന് അന്ന് കാണാൻ വന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാം PhD കാരും BTH BD ഉള്ളവരാണ്. പക്ഷേ തീ ഇല്ലാത്ത ആൾക്കാരാണ്. ഹല്ലേലൂയ. BD ഉണ്ട്, തീ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവരെല്ലാം കൂടെ വന്നു. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്ന BDക്കകത്തല്ല നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീക്കകത്താണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രം. അറിവിലല്ല, ജ്ഞാനത്തിലല്ല, വശീകരണ വാക്കുകളിലല്ല,
ദൈവശക്തിയുടെ പ്രകടനത്തിലാണ് ദൈവരാജ്യം സ്ഥിതി ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ന് ആ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ഈ 6 അടി പൊക്കമുള്ള സ്ത്രീ എഴുന്നേറ്റ് പട്ടാളക്കാരെ പോലെ മാർച്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ ഇളക്കില്ല, ഒന്നും എനിക്കറിയത്തില്ല, നിങ്ങളാണ് ഇവിടുത്തെ സീനിയർ പാസ്റ്റർ, അടക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കാരണം ബൈബിൾ പറയുന്നു ഭൂതം ഇളകും. യേശു കർത്താവ് ഇറങ്ങി വരുമ്പോൾ, കർത്താവിന്റെ ശക്തി ഇറങ്ങുമ്പോൾ ആ ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ അവിടെ പൊട്ടി തകരും. ഹല്ലേലൂയ, സ്തോത്രം. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറും. ഹല്ലേലൂയ. അപ്പൊ ആ വെളിച്ചം അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇരുട്ടങ്ങ് ഇളകിയപ്പോൾ ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആ സ്ത്രീ ഓടി വന്ന് അടിക്കാൻ വന്നപ്പോൾ ഈ മനുഷ്യൻ ജമ്പ് ചെയ്ത് പിള്ളേരുടെ മോളിൽ കൂടെ ജമ്പ് ചെയ്ത് ഓടിക്കളഞ്ഞു വെളിയിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഞാനും എൻ്റെ പിതാവും കൂടെ പിന്നെ പ്രാർത്ഥിച്ച് അവരെ ഒതുക്കാനിടയായി. അദ്ദേഹം എന്ത് ചെയ്തു, കുറേ പിള്ളേർ വേറെ ഇരിക്കുകയാണ്, അവരുടെ മോളിൽ കൂടെ ഹൈ ജമ്പോ ലോങ് ജമ്പോ ഒക്കെ ചാടി അദ്ദേഹം വെളിയിൽ ചെന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ BDയും BTHും PhDയും കൊണ്ടല്ല കർത്താവിന്റെ രാജ്യത്തിൽ ശുശ്രൂഷിക്കേണ്ടത്. ഭൂതം ഇളകുമ്പോൾ ആ BTHന്റെയും BDയുടെയും സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചാൽ ഭൂതം പോകത്തില്ല. ഇന്ന് പകല് ദൈവത്തിന്റെ തീ നിന്റെ അകത്തുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ശക്തി നിന്റെ അകത്തുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഭയപ്പെടുന്നവന്റെ കൂടെയല്ല അഭിഷേകം, ധൈര്യമുള്ളവനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ഇന്ന് പകല് തന്റെ ഇടമുണ്ടോ, ധൈര്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ അകത്ത് വരുമ്പോൾ നീ എവിടെ ചെന്നാലും വെളിച്ചം വെളിയിൽ വരുമ്പോൾ, നിന്റെ ഉള്ളിലുള്ള വെളിച്ചം വെളിയിൽ വരുമ്പോൾ അവിടെ ഇരുട്ടിന്റെ സ്വാധീനങ്ങൾക്ക് ഇരിക്കാൻ പറ്റാതെ വണ്ണം അത് ഇളകി വരാൻ പോവുകയാണ്. ആത്മാവ് പറയുന്നു, വരുന്ന ദിവസങ്ങളിൽ ഇതിനകത്തിരിക്കുന്ന ചിലരിൽ നിന്നും, നീ പോകുന്ന ചില സ്ഥലങ്ങളിൽ, നീ ചെന്ന് കയറുന്ന ചില വീടുകളിൽ, നിന്റെ സ്വന്തം ഭവനത്തിനകത്ത് വെളിച്ചം അങ്ങോട്ട് അടിച്ചിട്ട് ചില പൈശാചിക ശക്തികൾ പുറത്തു വരുന്ന ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ ഇതിനകത്ത് നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. സ്തോത്രം. അപ്പൊ യേശു കർത്താവ് പടകിനകത്ത് കയറിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞില്ല എവിടെ പോകുന്നെന്ന്. ഹല്ലേലൂയ. പറഞ്ഞു കഴിഞ്ഞാൽ അവർ പടകിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിക്കളയും. അല്ലാതെ തന്നെ ഒരു കാറ്റടിച്ചപ്പോഴേ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി, ഭയപ്പെടാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞു, ഭയപ്പെടണ്ട, ധൈര്യമായിട്ടിരിക്കാം, നമുക്ക് വലിയൊരു ശുശ്രൂഷയുണ്ട്. നിന്റെ ലൈഫിൽ വലിയൊരു മനുഷ്യ വെളിപ്പെടുന്നതിന് മുമ്പ് നിനക്ക് വിരോധമായി ചില കൊടുങ്കാറ്റുകൾ ഉണ്ടാകാം, നിന്നെ ഭീതിപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം, വിഷയങ്ങൾ വരാം, നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള പരിഭ്രമിച്ചു പോകുന്ന അവസ്ഥകൾ നിന്റെ ലൈഫിൽ ഉണ്ടാകാം. പക്ഷെ ആ കൊടുങ്കാറ്റും ആ പടകിനെ ഇളക്കുന്ന അനുഭവങ്ങളും നിന്റെ ജീവിതത്തിൽ വരികയാണെങ്കിൽ നീ മനസ്സിലാക്കണം, നിനക്ക് വലിയൊരു മിനിഷി അക്കരയിലുണ്ട്, അപ്പുറത്ത് സൈഡിൽ നിനക്കൊരു മിനിഷിയുണ്ട്, നിനക്കൊരു വലിയൊരു മാറ്റം നിനക്ക് സംഭവിക്കാൻ പോകുന്നു. ഒരു കോംപ്രമൈസ് ഇല്ലാത്ത മിനിഷിക്കായി ദൈവം നിന്നെ വിളിക്കുന്നതിന് മുമ്പ് ചില സാഹചര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പിശാച് തന്ത്രങ്ങൾ ഒരുക്കുകയാണെങ്കിൽ ഇന്ന് പകൽ നീ മനസ്സിലാക്കണം, ഒരു കോംപ്രമൈസും ഇല്ലാതെ അക്കരെ പോകാൻ ദൈവം പറഞ്ഞാൽ ഇക്കരെ വെച്ച് തകർക്കാൻ പ്ലാനും പദ്ധതിയും ഇടുന്ന പിശാചിടുന്ന ചില പ്ലാനുകളെ പദ്ധതി കണ്ട് ഭയപ്പെട്ടിരിക്കരുത്. കൊറോണയെ കണ്ട് ഭയപ്പെടരുത്, ഇന്നത്തെ ആരാധന കണ്ട് ഭയപ്പെടരുത്, ഇന്നത്തെ ക്ഷാമം കണ്ട് ഭയപ്പെടരുത്, ഇന്നത്തെ അപവാദങ്ങളും നിന്ദകളും കണ്ട് ഭയപ്പെടരുത്. ഇന്ന് നിന്നെ മിനിഷിന്ന് ശുശ്രൂഷ ചെയ്യുന്ന നിന്റെ ജീവിത വിശ്വാസത്തിൽ നിന്ന് നിന്നെ പറിച്ചു കളയാൻ പിശാചിടുന്ന പ്ലാനും പദ്ധതികൾ കണ്ട് നീ ഭയപ്പെടരുത്. ഇതാ നിനക്ക് വേണ്ടി വലിയൊരു മിനിഷി, ഇതുവരെ നീ കാണാത്ത ചില ശുശ്രൂഷകൾ, ചെയ്യാത്ത ചില ശുശ്രൂഷകൾ, വെളിപ്പെടാത്ത ചിലത് നിന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോയ കർത്താവ് പറയാ, കൊടുങ്കാറ്റടിക്കുകയാണോ നിന്റെ ജീവിതത്തില്? മിനിഷി കൊണ്ട് അടുത്ത് ഇരിക്കുന്നവരെ നോക്കി പറ, ഒരു കൊടുങ്കാറ്റുണ്ടോ? അടുത്തൊരു വലിയ ശുശ്രൂഷ നിനക്കുണ്ട്, ഒരു യാത്ര നിനക്കുണ്ട്. നിന്റെ ഈ യാത്രയിൽ ചില കൊടുങ്കാറ്റുകൾ അടിക്കാം, പടകിന് ചലനമുണ്ടാകാം, ഭീതി വരാം, ഭയമുണ്ടാകാം. യേശു പടകിനകത്തുണ്ടെങ്കിൽ പോലും നിനക്ക് ഭയമുണ്ടാകാം, അസ്വസ്ഥതയുണ്ടാകാം. തകരാൻ പോവുകയാണ്, പടക് തകരാൻ പോവുകയാണ്, എന്റെ ശുശ്രൂഷ തകരാൻ പോവുകയാണ്, എന്റെ ജീവിതം തകരാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നിന്റെ ജീവിതത്തിൽ വരാം. പക്ഷേ ഇന്ന് പകല് അങ്ങനെ ഒരു സന്ദർഭം നിന്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം, അതൊരു സൈനാണ്, വിടുതലിന്റെ സൈനാണ്, അത്ഭുതത്തിന്റെ സൈനാണ്. പ്രതികൂലം അത്ഭുതത്തിന് മുന്നോടിയായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാനുള്ള അത്ഭുതത്തിന് മുന്നോടിയായി പ്രതികൂലമുണ്ടോ? അതൊരു സൈനാണ്, അതൊരു അടയാളമാണ്. നിനക്കൊരു വിളിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ലൈഫിൽ വലിയൊരു കോളിംഗ് ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
പ്രശ്നമുണ്ടോ, ഭയമുണ്ടോ, ഭീതിയുണ്ടോ, ഇപ്പം മുങ്ങും, ഇപ്പം തകരും, ഇപ്പം ഈ സമയം പരിപാടി തീർന്നു എന്നാണ് നിന്റെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് സൈനാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പേഴ്സ് ശൂന്യമാണോ, അതൊരു സൈനാണ്. ഒരു മൾട്ടിപ്ലിക്കേഷൻ ഗ്ലോറി നിന്നിൽ വെളിപ്പെടാൻ പോകുന്നു. നീ കടബാധ്യതയിലാണ്, അതൊരു സൈനാണ്. നീ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് ഭയമുണ്ടോ, അതൊരു സൈനാണ്. നിന്റെ മേലെ ധൈര്യത്തിന്റെ അഭിഷേകം വെളിപ്പെടാൻ പോവുകയാണ്. നീ പിശാചിനെ ഭയപ്പെടുന്ന അനുഭവമാണോ, ഒരു സൈനാണ്. നീ ഭൂതത്തെ പുറത്താക്കാൻ പോവുകയാണ്. നീ രോഗിയാണോ, അതൊരു സൈനാണ്. നീ രോഗശാന്തി ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തില് കഷ്ടമാണോ, അതൊരു സൈനാണ്. നിന്റെ ലൈഫിൽ ഒരു പ്രോസ്പെരിറ്റി വെളിപ്പെടാൻ പോവുകയാണ്. നീ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണോ, അതൊരു സൈനാണ്. നീ സെറ്റിലാക്കാൻ പോവുകയാണ്. നിന്റെ ഇന്നത്തെ ജീവിതം കറങ്ങി തിരിഞ്ഞ് വ്യാകുലപ്പെട്ട് ആകുലപ്പെട്ട് അങ്ങോട്ട് പോകാൻ പറ്റിയ ഇങ്ങോട്ട് പോകാൻ വയ്യ, ഇങ്ങനെ പിന്നെ തിരിഞ്ഞ് ഇങ്ങനെ വലഞ്ഞു നടക്കുന്നവരാണോ നിങ്ങൾ? കർത്താവ് പറയുകയാണ്, നീ സെറ്റിലാകാൻ പോവുക. പറഞ്ഞാട്ടെ, ഞാൻ സെറ്റിലാകാൻ പോവാ. പറഞ്ഞ, ഞാൻ സെറ്റിലാകാൻ പോവുക. നീ വലഞ്ഞു നടക്കുകയാണ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണോ, ഒരു തീരത്തെത്താതെ നടക്കുന്ന അവസ്ഥയാണോ? ഇന്ന് പകൽ ആത്മാവ് പറയുന്ന ഒരു സൈനാണ്. ഈ അടയാളത്തെ നീ മുറുകെ പിടിക്കണം. ഈ അടയാളത്തെ കൊണ്ട് നീ ഭയപ്പെടരുത്. നീ പറയണം, ഇതെന്റെ ജീവിതത്തിലെ സൈനാണ്. ദൈവം എന്നെ സെറ്റിലാക്കാൻ പോവുകയാണ്. എന്റെ ദൈവം എന്നെ സെറ്റിലാക്കാൻ പോകുന്നു. ഈ ഭൂമിയിൽ ദൈവം എന്നെ സെറ്റിലാക്കാൻ പോകുന്നു. ഇവിടെയും നിന്നെ സെറ്റിലാക്കും, അവിടെയും നിന്നെ സെറ്റിലാക്കും. രണ്ട് സെറ്റിൽമെന്റ് ഇന്ന് പകൽ നിനക്കായി ദൈവം ഒരുക്കാൻ പോവുകയാണ്. നിന്നെ ഈ ഭൂമിയിൽ വെച്ച് അലഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ അനുവദിക്കത്തില്ല. നടുക്കടലിൽ കൊണ്ടിട്ടിട്ട് ദൈവം പോകത്തില്ല. പടകിനകത്ത് യേശുവുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങൾ വന്നാലും നിന്റെ ലൈഫിൽ യേശു പിന്നെ കൈവിടാതെ, നിന്റെ വിശ്വാസം കൈവിടാതെ, കർത്താവിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നീ ഭയപ്പെടേണ്ട. ഈ നടുക്കടലിൽ വെച്ച് ദൈവം നിന്നെ തള്ളി പറയത്തില്ല, തള്ളിക്കളയത്തില്ല. അമരത്ത് തല വെച്ച് കിടന്നുറങ്ങുന്ന യേശു കർത്താവ് നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആ കർത്താവ് ഉറങ്ങുകയാണോ ഉണർന്നിരിക്കുകയാണോ എന്നുള്ളതല്ല വിഷയം. യേശു നിന്റെ പടകിലുണ്ടോ എന്നുള്ളതാണ് വിഷയം. യേശു പടകിലുള്ളവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശു പടകിലുണ്ടെങ്കിൽ നീ വലഞ്ഞു പോകത്തില്ല, നടുക്കടലിൽ വീണു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല. ഇന്നത്തെ നിന്റെ സിറ്റുവേഷൻ മാറാൻ പോകുന്നു. സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവം, കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുന്ന ദൈവം, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം ഇതാ വഴി തുറക്കാൻ പോയ. സീസൺ ഉണ്ട്. പറഞ്ഞാട്ടെ, എന്റെ ലൈഫിൽ ഒരു സീസൺ ഉണ്ട്. കൊടുങ്കാറ്റിന്റെ ഒരു സീസൺ ഉണ്ട്, അലഞ്ഞു നടക്കുന്ന ഒരു സീസൺ ഉണ്ട്, പ്രതികൂലത്തിന്റെ സീസൺ ഉണ്ട്, ഭയപ്പെടുന്ന സീസൺ ഉണ്ട്. ഈ കടലിൽ ചാടി നീന്തി അക്കരയ്ക്ക് പോകാമെന്ന് പറയുന്ന ഒരു സീസൺ ഉണ്ട്. യേശുവിനെ കൈവിട്ടിട്ട് യേശു പടകിനകത്ത് കിടക്കട്ടെ, നമുക്ക് നമ്മുടെ ജീവനെ രക്ഷപ്പെടുത്താം എന്ന് പറയുന്ന സീസൺ നിനക്ക് വരാം. പിന്മാറ്റത്തിന്റെ സീസൺ വരാം, പിറുപിറുപ്പിന്റെ സീസൺ വരാം. പക്ഷേ കർത്താവ് നിന്നെ കൈവിടുകയില്ല. നിന്നെ പിന്തിരിഞ്ഞ് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ ദൈവം നിന്നെ വിളിച്ച വിളിക്കകത്ത് കയറ്റി നിന്നെ അക്കരെ കാണിച്ച് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ശുശ്രൂഷ ചെയ്യിപ്പിച്ചിട്ടല്ലാതെ ഇന്ന് പകൽ നിന്നെ വിടുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ അവിശ്വസ്തരാണെങ്കിലും ദൈവം വിശ്വസ്തനാണ്. പറഞ്ഞാട്ടെ, ഞാൻ അവിശ്വസ്തനാണെങ്കിലും ദൈവം വിശ്വസ്തനായി. ഞാൻ ഭയപ്പെടുന്നവനാണെങ്കിലും ദൈവത്തിന് ഭയമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മെ വിളിച്ച ദൈവത്തിന്, ആ വിളിച്ചവന് നമ്മെ ഓർത്ത ഒരു ഭയമില്ല. കാരണം വിളിച്ചവൻ അറിയാൻ നമ്മെ നന്നായി കൈകാര്യം ചെയ്ത് നമ്മുടെ ജീവിതത്തിലുള്ള സകല ഭയവും വിഷയങ്ങളും മാറ്റി നമ്മെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാക്കിയെടുക്കാൻ ഒരു ബോധ്യം, ഉത്തമ ബോധ്യം ദൈവത്തിന് തന്നെ കുറിച്ച് തന്നെ ഉള്ളത് കൊണ്ട് ഇന്ന് പകലും നീ അവിശ്വസ്തനായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നത് കൊണ്ട് നിന്നെ വിളിച്ച വിളിക്കകത്ത് ദൈവം എടുത്ത് എറിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവർക്ക് വേണമെങ്കിൽ ചാടി വെള്ളത്തിൽ ഇറങ്ങി നീന്തി പോരെ. ഭയങ്കര നീന്തലുകാരാണ്, ഭയങ്കര മുക്കുവരാണ്, ഇവർക്കെല്ലാം നീന്താൻ അറിയാം. കടലൊരു വിഷയമല്ല. പക്ഷേ പടകിനകത്ത് യേശുവുണ്ട്. അവരുടെ മനസ്സിനെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യും. ഹല്ലേലൂയ. പല തീരുമാനങ്ങളും നിന്റെ ഉള്ളിൽ വരാം, പക്ഷെ നീ പോലും അറിയാതെ ഒരു അദൃശ്യ ശക്തി, ദൈവത്തിന്റെ ശക്തി നിന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ കരങ്ങളിലാണ് നീ. നിന്നെ ഒരിക്കലും ഒരു ശക്തിക്കും ഇതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നേരെ അവിടെ ചെന്ന് നിന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞാൻ കർത്താവിനെ അറിയാതിരിക്കുന്ന സമയം, കർത്താവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു. പക്ഷേ എനിക്ക് ഈ ഭൂതം പിശാച് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭയമായിരുന്നു. അപ്പോൾ
എൻ്റെ ഒരു ഉപദേശമുണ്ട്, ജേക്കബ് എന്ന് പറയുന്ന ഒരു ഉപദേശമുണ്ട്, ബ്രദർ രാജൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇവരൊക്കെ ആ സമയത്ത് വലിയ ശുശ്രൂഷയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഇവരെ കൂടെയൊക്കെ ഞാൻ ഏത് സ്ഥലത്ത് പോയാലും അവിടെ ഇവർ ചെന്ന് കയറുമ്പോഴേ ഭൂതം അങ്ങ് ഇളകും. പ്രൈസ് ദി ലോർഡ്. പിശാച് അങ്ങോട്ട് ഇളകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് ഈ സുവിശേഷ വേല ഒട്ടും താല്പര്യമില്ലാത്ത സമയത്ത് എൻ്റെ ബ്രദർ എവിടെയെങ്കിലും പോകുന്ന ചില സന്ദർഭങ്ങളിൽ എന്നെ കൂടെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവരെ കൂടെ പോകും. പ്രൈസ് ദി ലോർഡ്. ഇവരെ കൂടെ പോകുന്ന സമയത്ത് ഈ പുള്ളി എവിടെ ചെന്ന് കാലി ചവിട്ടിയാൽ അവിടെ എല്ലാം പിശാച് ഇളകും. അവിടെ അകത്ത് ഇവരെ കൂടെ പോവുകയും ചെയ്തു. തിരിച്ച് ഒറ്റയ്ക്ക് വരാൻ പേടിയാവും പിന്നെ ഈ ഭൂതം ഇളകുന്നത് കാണുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ പറയും ഇനി തിരിച്ചു പോകണ്ട, ഞങ്ങളുടെ കൂടെ വന്നു, ഇനി നമുക്ക് ഒരുമിച്ച് പോകാം. ഇവിടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറയും രാവിലെ മുതൽ. അപ്പോൾ അന്നത്തെ സമയത്ത് ഇവർ പറയും പിശാച് ഇളകുമ്പോൾ ഇവർ ചോദിക്കും നീ എപ്പോൾ പോകും. അവർക്കും അറിയത്തില്ല എന്ന് ഭൂതത്തെ. അപ്പോൾ അവർ പറയും രാത്രി 12 മണിക്ക് ഞാൻ പോകും. ഹല്ലേലൂയ. അപ്പോൾ രാത്രി 12 മണി വരെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭൂതം പറയുന്നത് കേൾക്കുന്നൊരു കാലം. കാരണം അത്ര വെളിപ്പാടെ അവർക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ കാലത്തിലെ പാഷന്മാര് സമയം ചോദിക്കും പിശാചിനോട്. ഡോറൊക്കെ തുറന്നിട്ടും പിശാചിന് പോകാൻ വേണ്ടി ഡോറ് തുറന്നിട്ട് കൊടുക്കും. ഒരു പുളിയുടെ കൊമ്പ് ഒടിച്ചിട്ട് പോകും എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിശാച് ഇളകിയപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ആ സഹോദരനോട് പറഞ്ഞു രാത്രി 12 എപ്പോൾ പോകും നീ? രാത്രി 12 മണിക്ക് ഞാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രി 12 മണി വരെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പിശാച് പറയുന്നത് കേട്ടിരിക്കുന്നവരും അന്നുമുണ്ട് ഇന്നുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ കള്ളനും കള്ളൻ്റെ അപ്പനുമാണ്. പ്രൈസ് ദി ലോർഡ്. അല്ല, അവൻ പറയുന്ന രഹസ്യങ്ങളും കാര്യങ്ങളും കേട്ട് പിശാച് ഇളകിയിട്ട് ഇത് എവിടെ നിന്ന് വന്നു, എവിടെ നിന്നാണ് അത് അപ്പുറത്തെ വീട്ടിലെ ആള് ജപിച്ച് വിട്ടുകയാണെന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിച്ച് വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. അപ്പോൾ ഇതൊക്കെ വർഷങ്ങളായിട്ട് പരിജ്ഞാനവും വിവേകവും ഇല്ലാത്തത് കൊണ്ട് പിശാചിനെ ഇളക്കി എത്രയോ കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു. പിശാച് എപ്പോഴും കള്ളമേ പറയൂ. അവൻ്റെ പരിപാടിയാണ് പരസ്പരം അടുപ്പിക്കുക എന്ന് പറയും. അയൽവാസികളെ തമ്മിൽ അടുപ്പിക്കുക, സഭയെ കലക്കുക, ഇതൊക്കെ പിശാചിന്റെ തന്ത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിശാച് പറയുന്നത് കേൾക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, ദൈവ ശബ്ദം കേൾക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇവര് ഒരുമിച്ച് പോയി അവിടെ ഇറങ്ങി. കാരണം അവിശ്വാസികളും ഭീരുക്കളുമായ ആൾക്കാരോട് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ, അവരെ കൊണ്ടുപോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അവിടെ എന്താണ് വിഷയം, അവിടെ എന്താണ് രോഗം, ഇതൊന്നും നമ്മൾ അവരോട് പറയരുത് ആരംഭത്തിൽ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു കഴിഞ്ഞവരാരും വരത്തില്ല. ഹല്ലേലൂയ. അവർ പേടിച്ച് ഭയന്നു പോകും. ഹല്ലേലൂയ. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് അവർ ഞെട്ടിപ്പോയി അവർക്ക്. കാരണം സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവിടെ ഇരിക്കുന്നു. ആ മനുഷ്യന്റെ അടുക്കലാണ് കർത്താവ് ഇവരെ കൊണ്ടുപോയത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനറിയാം, ഒന്നാമത് ഭയപ്പെട്ട് നടുക്കടലിൽ വെച്ച് ഭയപ്പെട്ട വന്നിരിക്കും. ഇനി ഇവിടെ ഒരുപാട് സമയമെടുത്ത് ഭൂതത്തെ ഇളക്കാൻ നിന്നാൽ ഇവർ ഇപ്പം തന്നെ കടലിൽ ചാടി നീന്തി പോകും. അതുകൊണ്ട് കർത്താവ് ഇറങ്ങിയപ്പോഴേ പിശാച് പിടിച്ചുകൊണ്ട് ഓടി വന്ന് സുബോധം വന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവനെ പിന്നീട് മനസ്സിലാക്കുന്നത് ആ വ്യക്തി അവിടെ പാസ്റ്ററായി മാറി, ശുശ്രൂഷകനായി മാറി. കർത്താവിൻ്റെ കൂടെ വരാനാണ് നിന്നതെങ്കിലും കർത്താവ് പറഞ്ഞില്ല, നീ നിന്റെ ദേശത്തിൽ ഞാൻ നിന്നെ ഒരു ശുശ്രൂഷകനാക്കി മാറ്റാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ പൈശാചികമായി ബന്ധിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, പക്ഷേ നീ ആയിരങ്ങളുടെ ബന്ധനം അഴിക്കുന്ന ഒരു വലിയ ശുശ്രൂഷകനാക്കി ദൈവം മാറ്റാനിടയാകും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഇന്നത്തെ നിന്റെ പ്രസന്റ് കണ്ടീഷനിൽ പലവിധ വിഷയങ്ങളാൽ ബന്ധിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം നീ, പക്ഷേ എൻ്റെ ദൈവം നിന്നെ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിന്റെ ചരിത്രം ദൈവം മാറ്റാനിടയാകും. വർഷങ്ങൾ പഴക്കമുള്ള നിന്റെ നെഗറ്റീവ് ചരിത്രങ്ങളെ ദൈവം അതിനെ പോസിറ്റീവാക്കി മാറ്റി, നിന്റെ വസ്ത്രം മാറി, നിന്നെ അശുദ്ധിയെ മാറ്റി, പൈശാചിക ബന്ധനത്തെ അഴിച്ച് ഒരു ദേശത്തെ വിടുവിക്കുന്നവരാക്കി, ഒരു പട്ടണത്തെ വിടുവിക്കുന്നവരാക്കി, നിനക്കൊരു പുതിയ ചരിത്രം തരാനാണ് എൻ്റെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഈ 12 വർഷമായി നിൽക്കുന്ന ഈ രക്തസ്രാവക്കാരി സ്ത്രീ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രക്തസ്രാവക്കാരിയായ ഈ സ്ത്രീ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അവരെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ഇതേ രോഗം ഉണ്ടായിരിക്കാം. ഒരുപാട് പേര് 12 വർഷമല്ല 35-40 വർഷമായി രക്തസ്രാവത്തിലായിരിക്കാം. ഹല്ലേലൂയ. പക്ഷേ ഈ സ്ത്രീയെ കുറിച്ച് മാത്രമാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. എന്തായിരിക്കും അതിന് കാരണം? മറ്റുള്ളവരെല്ലാം ഇതേ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എന്നാൽ ഈ സഹോദരിയെ മാത്രം അവിടെ പ്രതിപാദിക്കുകയാണ്. ഇവർക്ക് മാത്രം ഇവരുടെ വിഷയത്തെ കൂടുതലായിട്ട് എടുത്തു കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം അവര് നാളെ ഒരു വലിയ സാക്ഷിയായി മാറാൻ പോവുകയാണ്. ഈ സഹോദരി 12 വർഷമായി രക്തസ്രാവക്കാരിയായിരിക്കുന്നു. അവർ
അവരുടെ ചരിത്രം ഇവിടെ പറയുന്നത് ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ഒരുപാട് മന്ത്രവാദങ്ങൾ ചെയ്തു കാണും, ഒരുപാട് മെഡിസിനുകൾ അവരെടുത്ത് കാണും. പക്ഷേ ഈ സഹോദരിക്ക് ഒരു വിടുതൽ കൊടുക്കാൻ പോകുന്നു. ഇത് ദൈവത്തിന്റെ പ്ലാനാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇവരൊരു വലിയ സാക്ഷിയായി മാറാൻ പോവുകയാണ്. 2000 വർഷമായിട്ട്, കഴിഞ്ഞ 2020 വർഷമായിട്ട് ഈ സ്ത്രീയെ കുറിച്ച് ലോകം മുഴുവനും പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ വലിയൊരു ചരിത്രമാകാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ വർഷങ്ങളുടെ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒക്കെ നിന്റെ ലൈഫിൽ ഉണ്ടാകാനിടയുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും പെട്ടെന്ന് ഒരാൾക്ക് വലിയൊരു സാക്ഷിയായി മാറാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഒരാൾക്ക് ഒരു ശുശ്രൂഷയിൽ കയറാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ഒരു മനുഷ്യന് ജനങ്ങളെ പിടിച്ച് ഒരുപാട് ജനങ്ങളെ നേടാൻ പറ്റണമെന്നില്ല. കാരണം അവൻ്റെ പുറകിൽ ഒരു വലിയ സാക്ഷ്യം ഉണ്ടായിരിക്കണം. അവൻ മഹത്വം കാണണം, മഹിമ കാണണം, ദൈവത്തിനെ പൂർണ്ണമായി അറിഞ്ഞവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിക്ക് മാത്രം പ്രസംഗിക്കേണ്ട കാര്യമില്ല, അവൻ വെറുതെ നിന്നാൽ മതി. രാമേശ്വരം പൗലോസ് എന്ന വ്യക്തിക്ക് പ്രസംഗിക്കേണ്ട കാര്യമില്ല. കാരണം വലിയൊരു അനുഭവ സാക്ഷ്യം ആ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. യേശുക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ വേപ്പ് മരത്തിൽ പിടിച്ച് കെട്ടിവെച്ച് അടിച്ച ഒരു ചരിത്രമുണ്ട്. അത് ലോകത്തിന് മുഴുവനും അറിയാം. തൻ്റെ മക്കളെ അടിച്ച ചരിത്രമുണ്ട്. താൻ കടത്തിണ്ണയിൽ കിടന്ന ചരിത്രമുണ്ട്. പാർക്കുവാൻ ഇടമില്ല, പ്രൈസ് കഴിക്കാൻ ആഹാരമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കഷ്ടത അനുഭവിച്ചൊരു ചരിത്രം ആ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. ആ മനുഷ്യനെ കുറിച്ച് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് രാമേശ്വരം പൗലോസ് ഒരു സഞ്ചി തൂക്കി വെള്ള ഷർട്ട് വിട്ട് മുണ്ട് കൊടുത്ത് ഇവിടെ വന്ന് നിന്നാൽ അദ്ദേഹം എന്നെ പോലെ വളരെ ശക്തമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് കുറെ പ്രസംഗിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. രാമേശ്വരം പൗലോസ് എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് വരും. യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. ദൈവത്തിന്റെ മഹത്വവും മഹിമയും കണ്ട അനുഭവ സാക്ഷ്യമുള്ളവനാണ് അദ്ദേഹം. യേശുവിനെ കുറിച്ച് പറയാൻ ലജ്ജയില്ലാത്തവനാണ് അദ്ദേഹം. യേശുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണെന്ന് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കയറി നിൽക്കുമ്പോൾ അവിടെ സ്വർഗം ഇറങ്ങി വരും. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വാക്ചാതുര്യം കൊണ്ടല്ല, അവിടെ കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവന് വേണ്ടി 1 മിനിറ്റ് കയറി നിന്നാൽ മതി, 1 സെക്കൻഡ് അവൻ മൈക്ക് കയ്യിലെടുത്താൽ മതി, അവിടെ മുഴുവൻ സ്വർഗം ഇറങ്ങി വരാനിടയാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ 12 വർഷമായിട്ട് നിൽക്കുന്ന സഹോദരിയെ മാത്രം ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നതിന് കാരണം ഇവളെക്കുറിച്ച് എത്രയോ വർഷം ഇനിയും പ്രസംഗിക്കപ്പെടാൻ കിടക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ ഇന്നത്തെ വേദനകൾ നാളെ 10,000-ങ്ങൾക്ക് ഒരു തേൻ തുള്ളി പോലെ നിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ അവരുടെ ഹൃദയത്തിനകത്ത് ഒരു ആശ്വാസം പകരുന്നതായി, ഒരു വിടുതൽ പകരുന്നതായി. ഈ വ്യക്തിക്ക് ഇത്രയും സഹിക്കാമെങ്കിൽ എനിക്കും എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കാം എന്നൊരു വലിയ വിശ്വാസം ഉളവാക്കാൻ ഇന്ന് പകല് ദൈവം നിന്നെ ഒരു ട്രെയിനിങ് പീരീഡിനകത്താക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സഹോദരി 12 വർഷമായി ഒരു വളരെയധികം തകർന്ന അനുഭവത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവർ യേശുവിനെ കുറിച്ച് കേട്ടു. കർത്താവ് യേശുവിനെ കുറിച്ച് അവർ കേട്ടുകൊണ്ടിരിക്കുക. അവർ ഒരുപാട് ഡോക്ടറെ കുറിച്ച് കേട്ടിട്ടുണ്ട്, വൈദ്യന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അവരിപ്പോൾ കേൾക്കുന്നത് യേശുവിനെ കുറിച്ച് കേൾക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവനാണ്. അദ്ദേഹം രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയാണ്. അദ്ദേഹം പാപികളെ രക്ഷിക്കാൻ വന്നവനാണ്. അദ്ദേഹം ഒരു പ്രവാചകനാണ്, വലിയൊരു ഗുരുവാണ്. ഇതൊക്കെ ആൾക്കാർ പറഞ്ഞ് വീട്ടിനകത്തിരിക്കുമ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. ആ സ്ത്രീയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുസരിച്ച് ഈ സ്ത്രീ ഏതെങ്കിലും വസ്തുവിൽ തൊട്ടാൽ അത് അശുദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീയെ ആരെങ്കിലും തൊട്ടാൽ അവർ അശുദ്ധനാണ്. ഈ സ്ത്രീ കിടക്കുന്ന കിടക്ക അശുദ്ധമാണ്. ഈ സ്ത്രീ വെളിയിലിറങ്ങി പുരുഷന്മാരെ അല്ലെങ്കിൽ പുരുഷാരത്തെ കാണാൻ സാധിക്കത്തില്ല. കാരണം അത് രക്തസ്രാവമുള്ള സ്ത്രീ ആണെങ്കിലും കുഷ്ഠരോഗം പിടിച്ചവനാണെങ്കിലും അവര് പാളയത്തിന് പുറത്ത്, വീടിന് പുറത്ത് അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പാത്രം, അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു കൂടാരം, അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായ ഒരു കിടക്ക ഉണ്ട്. അവർക്ക് സ്വന്തം വീട്ടുകാരെ പോലും കാണാൻ അനുവാദമില്ല, സ്വന്തം വീട്ടുകാർക്ക് പോലും അവരെ തൊടാൻ അധികാരമില്ല. അത്രയ്ക്ക് നികൃഷ്ടമായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഒരു ന്യായപ്രമാണ കാലഘട്ടമാണ്. ഒരു സ്ത്രീയും കൂടെയാണ് അവര്, ഒരു പുരുഷൻ സ്ത്രീയും കൂടെയാണ് അവര്. ഒരിക്കലും അവർക്ക് ഈ ശരീരം മറച്ച് അല്ലെങ്കിൽ മുഖമൊക്കെ മറച്ച് വെളിയിലെ പോലും ഇറങ്ങാൻ പോലും ഉള്ള അനുവാദം ന്യായപ്രമാണം അനുസരിച്ച് ആ സ്ത്രീക്കില്ല. എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം, പക്ഷേ നിന്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ് വലുത്. നിന്റെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, പക്ഷെ ദൈവം പറയുന്നത് നിന്റെ ഉള്ളിലെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ആഗ്രഹം, ദൈവരാജ്യത്തിൽ എൻ്റെ ദൈവത്തെ എനിക്ക് തൊടണം, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം എന്ന ഒരു വലിയ ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും ഹല്ലേലൂയ നിന്റെ ഉള്ളിലെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും. ഇത് കൊറോണയുടെ കാലമാണ്. ഇവിടെ ഇതിനു മുമ്പേ ആരാധനകളൊക്കെ തുടങ്ങി.
ഹല്ലേലൂയ. ഇപ്പൊ മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച അല്ല, അതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് നാൾ തുടങ്ങിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ തുടങ്ങിയപ്പോഴും ആഗ്രഹമുള്ളവരെല്ലാം തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോഴേ ഇവിടെ ആരാധനയ്ക്ക് വന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ആ ആഗ്രഹം, കർത്താവിനെ കാണാനല്ല പലരും വരുന്നത്, ചില മനുഷ്യരെ കാണാൻ വരുന്നവരും ഉണ്ട്, എന്നാൽ വളരെ ദൂരെ, ബസ് പോലും ഇല്ലാത്ത റൂട്ടിൽ നിന്ന് പോലും അവരുടെ ഉള്ളിൽ യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് ആരാധന തുടങ്ങിയോ എന്ന് വിളിച്ചു ചോദിച്ച് ഈ ആരാധനയ്ക്ക് വരുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ ആ ദൈവസ്നേഹമാണ് ഇതിന്റെ ആധാരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എനിക്ക് ആരാധിക്കണം, എനിക്ക് ആലയത്തിൽ പോകണം. കൊറോണയല്ല, ഇനി ഇതിനേക്കാൾ വലിയ വൈറസ് വന്നാലും ഞാൻ കർത്താവിനെ ആരാധിക്കാനാണ് പോകുന്നത്. ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന എനിക്ക് ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കയില്ല എന്ന് വിശ്വസിക്കാൻ ഇന്ന് എത്ര പേർക്ക് ഇതിനകത്തിരിക്കുന്നവർ സാധിക്കും? നീ കേൾക്കുന്ന വചനം, ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സ്ത്രീയുടെ ഉള്ളിൽ വലിയൊരു വിശ്വാസം വന്നു. ഹല്ലേലൂയ. എനിക്ക് വെളിയിലിറങ്ങാൻ പറ്റത്തില്ല, ആരെയും തൊടാൻ പറ്റത്തില്ല, എൻ്റെ വീട്ടുകാരെ പോലും കാണാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് യേശുവിനെ തൊട്ടേ പറ്റൂ. ഹല്ലേലൂയ. എത്ര വലിയ പുരുഷാരത്തിന്റെ ഇടയിൽ യേശു നിന്നെന്ന് പറഞ്ഞാലും ഇവരെ ഒന്നും ഞാൻ നോക്കുന്നില്ല, ഈ സാഹചര്യങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് യേശുവിനെ തൊട്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വലിയൊരു വെളിപ്പാടും ഒരു ആഗ്രഹവുമാണ് ആ സ്ത്രീയെ തൻ്റെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യത്തിൽ നിന്നും യേശുക്രിസ്തു പുരുഷാരവുമായി വരുന്ന ആ ശബ്ദം കേട്ടപ്പോൾ, ഹല്ലേലൂയ, അവരുടെ കാതിൽ ഇവിടെ വീട്ടുകാർ വിളിക്കുന്നത് കേൾക്കാൻ നിന്നില്ല. ഒരുപക്ഷെ അവൾ ചാടി വെളിയിലിറങ്ങിയപ്പോൾ വീട്ടുകാർ പറഞ്ഞു കാണും, നാട്ടുകാർ നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലും. പ്രൈസ് ദി ലോർഡ്, പോകരുത്. ഒരുപക്ഷെ വീട്ടുകാർ കയറി തടുത്ത് നിർത്തിയായിരിക്കാം. എന്നാൽ എല്ലാത്തിനെ അവഗണിച്ചുകൊണ്ട് അവിടെ ഉള്ളിലുള്ള വിശ്വാസം, എനിക്കെന്റെ യേശുവിനെ തൊടണം, എനിക്കെന്റെ കർത്താവിന്റെ അടുക്കൽ പോകണം, എനിക്കെന്റെ യേശു മതി, എന്നെ സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിലും ഹല്ലേലൂയ, രക്ഷകനായ ഈ ക്രിസ്തുവിനെ വേണ്ടി ഞാൻ ഓടുകയാണ്. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ പിശാചിട്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളും രോഗങ്ങളും ഇതൊക്കെ വലിയ കാര്യമായിട്ട് കണ്ട് വീട്ടിനകത്ത് ഒതുങ്ങിപ്പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്നെ ദൈവം വിളിച്ചത് വീട്ടിനകത്ത് കയറി ഇരിക്കാനല്ല. നിന്റെ പ്രശ്നങ്ങളെ വലുതായി കണ്ടുകൊണ്ട്, നിന്റെ ദാരിദ്ര്യത്തെ വലുതായി കണ്ടുകൊണ്ട്, നിനക്ക് ജോലിയില്ല അതിനെ വലുതായി കണ്ടുകൊണ്ട്, കൊറോണയെ വലുതായി കണ്ടുകൊണ്ട് നിന്റെ വീട്ടിനകത്ത് ഇരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ പുറത്തിറങ്ങാൻ തന്റെ ഇടം കാണിക്കുകയാണെങ്കിൽ ഇന്ന് പകല് നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. ദൈവം പറയും, ഈ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമാകുക, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമാകുക. ഇന്ന് പകൽ ബാധ നിനക്കുണ്ടെങ്കിൽ, സ്വസ്ഥത നിനക്ക് വരണമെങ്കിൽ, ഇന്ന് പകൽ ബാധ മാറണമെങ്കിൽ നീ ഇരിക്കുന്ന ഇടത്ത് ഇരിക്കരുത്, നീ പുറത്തിറങ്ങാൻ തന്റെ ഇടം കാണിക്കണം. എത്ര പേർക്ക് സാധിക്കും പുറത്തിറങ്ങാൻ ഇന്ന് പകൽ തന്റെ ഇടം കാണിക്കണം? യേശു വന്നത് കൃപായുഗത്തില്, കർത്താവ് ഇറങ്ങി വന്നത് ന്യായപ്രമാണത്തിൽ എഴുതി വെച്ചിരുന്ന സകല 633 കൽപ്പനകളെയും നിയമങ്ങളെയും തകർത്തിട്ട് ഒരു പുതിയ ജനറേഷനെ ഉണ്ടാക്കാൻ യേശുദാ ഇറങ്ങി വന്നിരിക്കുകയാണ്. എവിടെ അരുത്, തുടരുത്, പിടിക്കരുത്, രുചിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനെയെല്ലാം പൊളിച്ചെഴുതുന്ന ഒരു പുതിയ കൃപയുടെ ശുശ്രൂഷ വെളിപ്പെടുത്തുന്നതാണ് പുതിയ നിയമത്തിന്റെ പ്രത്യേകത. ഇന്ന് പകല് പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് നീയെങ്കിൽ നിന്റെ വിഷയമല്ല നിനക്ക് വലുത്, യേശുവാണ് വലുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രക്തസ്രാവത്തിന് പ്രൈസ് ദി ലോർഡ് അന്ന് മരുന്നില്ലായിരിക്കാം, പക്ഷേ മരുന്നുണ്ട് യേശു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇറങ്ങി വന്ന എന്തിനാണെന്ന് അറിയാമോ? 4 സുവിശേഷങ്ങൾ നിങ്ങൾ നോക്കണം. പരീശന്മാരും സദൂക്യരും അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലും എഴുതി വെച്ചിരുന്ന എല്ലാ കുഷ്ഠരോഗിയുടെ വീട്ടിൽ, ശീമോൻ വീട്ടിലാണ് കർത്താവ് പോയത്. കുഷ്ഠരോഗം പിടിച്ചവന്റെ വീട്ടിൽ കയറാൻ പാടില്ല. അവൻ പാളയത്തിനകത്ത് 7 ദിവസം അടച്ചിടണം, അവൻ ശുദ്ധി വന്നിട്ട് തിരിച്ചു വരാവൂ. പ്രൈസ് ദി ലോർഡ്. ആ വീട്ടിനകത്ത് യേശു ചെന്ന് വിരുന്നിലിരുന്നെന്ന് പറഞ്ഞത്. നമ്മൾ ആരെങ്കിലും പോകുമോ? ചില ആൾക്കാർക്ക് അങ്ങ് ഭയമാ, ഭീതിയാ, പക്ഷെ കയ്യിലിരിക്കുന്നത് ബൈബിളാണ്. പ്രൈസ് ദി ലോർഡ്. അവർ പറയും സുവിശേഷം. എന്താണ് ഈ സുവിശേഷം? ഹല്ലേലൂയ, സ്തോത്രം. ഭയപ്പെടുത്തുന്നതല്ല സുവിശേഷം, ധൈര്യപ്പെടുത്തുന്നതാണ് സുവിശേഷം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് കുഷ്ഠരോഗിയെ പേടിയുണ്ടായിരുന്നോ? കർത്താവ് കുഷ്ഠരോഗിയെ പേടിച്ചോ? രക്തസ്രാവം വന്ന സ്ത്രീ യേശുവിനെ തൊട്ടാൽ ഇന്നത്തെ ഭാഷന്മാരാണെങ്കിൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഇന്നത്തെ ദേവദാസന്മാരാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ കൊറോണ വന്നിട്ടേ കൈ കൊടുക്കാൻ വേണ്ട പേടിയ ആൾക്കാർക്ക്, ഭാഷന്മാർക്ക് അടക്കം, അല്ലേ?
സ്തോത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ന്യായപ്രമാണം വെച്ച് യേശു എന്ത് ചെയ്യണം? കൂടെ നിന്ന ശിഷ്യന്മാരോട് എല്ലാം പറയണം, എന്നെ തൊട്ട് അവളെ അങ്ങ് അടിച്ചു കൊല്ല്, കല്ലെറിഞ്ഞ് കൊല്ല്, ഞാൻ അശുദ്ധനായെന്ന് പറഞ്ഞ് യേശു അല്ലേ വിളിക്കേണ്ടത്? നിലവിളി, അയ്യോ എന്നെ ഈ പെൺകുട്ടി, ഈ സ്ത്രീ തൊട്ടു, ഞാൻ അശുദ്ധനായി എന്ന് പറയണ്ടേ യേശു? പ്രൈസ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് യേശുവിനെ തൊട്ടു. പക്ഷേ ആ സ്ത്രീ തൊട്ടത് കൊണ്ട് മാത്രം കർത്താവ് നിന്ന് പറയുകയാണ്, എന്നെ ആരാ തൊട്ടതെന്ന്. ഇതൊരു വിരോധാഭാസമായ ചോദ്യമാണ് കർത്താവിൻ്റെ. കാരണം പുരുഷാരത്തിനിടയിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്ന യേശു പറയുകയാണ്, എന്നെ ആരാ തൊട്ടതെന്ന്. അപ്പോൾ ഇത്രയും ജനം ഇവിടെ നിങ്ങൾ ഇത്രയും പേര് ഇരുന്നിട്ട് കാര്യമില്ല എന്നാ അതിൻ്റെ അർത്ഥം. നിങ്ങൾ കസേരയിൽ ഇരിക്കുന്നുണ്ട്, പലരും ഇരിക്കുന്നത് മൂന്നാം സ്വർഗത്തിലെത്തിയവർ ഇതിനിടയ്ക്ക് ഉണ്ട്. ഈ പ്രസംഗത്തിനിടയിൽ മൂന്നാം സ്വർഗം വരെ പോയവരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വപ്നം കണ്ടുകൊണ്ടിരുന്നവരുണ്ട്, ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ബീഫ് അടുക്കളയിൽ ഇരിക്കുന്ന കാര്യം കണ്ടവരുണ്ട്, പല മേഖലയിൽ പോയവരുണ്ട്, ഇതിനകത്തിരുന്നവരുമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം ഈ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ നിന്റെ ഹൃദയം കൊണ്ട് യേശുവിനെ തൊട്ടവരുണ്ട്. അവരുടെ ശരീരത്തിൽ ദൈവശക്തി കറണ്ടടിക്കുന്നത് പോലെ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഹല്ലേലൂയ. എന്നാൽ ഹൃദയം ഇവിടെ അല്ല, ബോഡി മാത്രമുള്ളവരുമുണ്ട്. അവനെ ദൈവത്തിന് അറിയാം. ഇത്രയും ജനം യേശുവിനെ തൊട്ടു. ആര് തൊട്ടതും ദൈവത്തിന്റെ ഒരു വിഷയമല്ല. ഹൃദയം കൊണ്ട് യേശുവിനെ തൊട്ട വ്യക്തിയെ യേശു തിരിച്ചറിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന നിന്റെ കയ്യടി യഥാർത്ഥമാണെങ്കിൽ, നിന്റെ വിശ്വാസം യാഥാർത്ഥ്യമുള്ളതാണെങ്കിൽ, നിന്റെ ഇരിപ്പ് അത് യേശുവിനെ ആരാധിക്കാൻ വന്നതാണെങ്കിൽ, ഇന്ന് പകൽ അത് യേശുവിനെ അറിയാം. അത് നിന്റെ ജീവിതത്തിൽ, ശരീരത്തിൽ നീ അനുഭവിച്ചറിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതാ കർത്താവ്. അപ്പൊ കർത്താവിനെ പറ്റിക്കാൻ പറ്റത്തില്ല. നിന്റെ ഹൃദയം കൊണ്ട് വേണം നീ യേശുവിനെ തൊടാൻ. നീ ഇതിനകത്ത് ആരാധിക്കാൻ വന്നിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, മടുപ്പോടെ, ക്ഷീണത്തോടെ, ഉറക്കത്തോടെ, മന്ദതയോടെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിട്ട് വീട്ടിൽ പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ നിനക്കൊരു സൗഖ്യവും വിടുതലും പ്രാപിക്കാൻ പറ്റത്തില്ല. നൂറുകണക്കിന് രോഗികൾ ആ യേശുവിനെ തൊട്ടവരുണ്ട്. പക്ഷേ അവരാരും തൊട്ടിട്ട് അവർക്കൊരു ദൈവശക്തി വെളിപ്പെട്ടില്ല. യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ദൈവശക്തി പോയില്ല. ആ യേശു കർത്താവ് തിരിഞ്ഞ് അവരോട് പറഞ്ഞില്ല സ്വസ്ഥമാകട്ടെ എന്ന്. പക്ഷെ ഒരു സ്ത്രീ തൊട്ടപ്പോൾ ആ സ്ത്രീയുടെ ഹൃദയത്തിനകത്ത് നിന്ന് അവളുടെ പാരമ്പര്യം നോക്കാതെ, ന്യായപ്രമാണം നോക്കാതെ, ഭയപ്പെട്ടു പോകാതെ, പുരുഷാരത്തെ നോക്കാതെ ഓടിയിറങ്ങി യേശുവിനെ മാത്രം നോക്കി അവൾ ഓട്ടക്കളത്തിൽ ഓടി യേശുവിനെ തൊട്ടപ്പോൾ യേശു പറഞ്ഞു, എന്നെ ആരോ തൊട്ടു. തൊടേണ്ട രീതിയിൽ ഇന്ന് പകൽ നീ യേശുവിനെ തൊടാൻ ഇതിനകത്ത് എത്ര പേർക്ക് സാധിക്കും? തൊടേണ്ട രീതി തൊടണം. ഇന്ന് പകല് സ്വർഗത്തെ തൊടാൻ പറ്റും നിനക്ക്. ഇന്ന് പകരം നിന്നെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞാൽ മതി. ഒരു നന്ദി നീ ദൈവത്തിന് പറഞ്ഞാൽ മതി. നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ഒന്ന് ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞാൽ നിനക്ക് സ്വർഗത്തെ തൊടാൻ സാധിക്കും. ഹല്ലേലൂയ. നമുക്ക് ഹൃദയം കൊണ്ടേ യേശുവിനെ തൊടാൻ പറ്റും. ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത് വിശ്വാസം. ഹൃദയത്തിലാണ്, നമ്മുടെ ഹൃദയത്തിനകത്താണ് യഥാർത്ഥത്തിൽ ഒരു ചേഞ്ച് വരേണ്ടത്. നമ്മൾ യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവ സ്വർഗത്തെ പിടിച്ചടക്കാൻ പറ്റും. ചില വ്യക്തികളെ കർത്താവിൻ്റെ സ്വർഗത്തെ നമ്മൾ ഇറക്കും. നമ്മൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് നിന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആരും നിന്റെ തലയെ കൈവയ്ക്കണ്ട. പക്ഷേ നിന്റെ ഹൃദയത്തിൽ നീ യേശുവിനെ നന്ദി പറയാൻ തുടങ്ങിയാൽ അടുത്ത സെക്കൻഡിൽ നിന്റെ ബോഡിയിലൂടെ ദൈവശക്തി കടന്നു പോകുന്നത് നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും. എത്ര പേർക്ക് അത് അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പകല നീ ഒരു നിമിഷം, ഒരു സെക്കൻഡ് നിന്റെ ഹൃദയത്തിനകത്ത് യേശുവിനെ നന്ദി പറയാൻ നീ തുടങ്ങുമ്പോൾ തന്നെ, നിന്റെ ലൈഫിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നീ തിരിച്ചറിയാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒറ്റ സെക്കൻഡ് കൊണ്ട് ചരിത്രം മാറുകയാണ്. യേശു വന്നത് എന്താണെന്നറിയാമോ? പുതിയൊരു ചരിത്രം എഴുതാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകവും പാരമ്പര്യങ്ങളും അടച്ചിട്ടവളെ കർത്താവ് പുറത്തിറക്കി. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, ബാധ ഒഴിഞ്ഞു, സ്വസ്ഥമായിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കർത്താവ് ചെയ്തതൊക്കെ നമ്മൾ ആരും ചെയ്യാത്തതേ ദൈവം ചെയ്യും. അതാണ് സുവിശേഷം. നമ്മുടെ മിനിഷി വെളിപ്പെടാത്തതിന് കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ പലപ്പോഴും പലതിനെയും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് വരരുത്, നീ രോഗിയാണ്, അവിടെ പോകരുത്, അവിടെ മാരക രോഗമാണ്, ചിക്കൻ പോക്സ് വന്ന് കിടക്കുക, കൊറോണ വന്ന് കിടക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
സ്തോത്രം. അത്ഭുതങ്ങൾ ചെയ്യാൻ നിനക്ക് ചാൻസ് ഉണ്ട്. എവിടെയാണ് മാരക പ്രശ്നങ്ങളുള്ളത് അവിടെയാണ് ദൈവത്തിന് കയറി ചെല്ലാൻ താല്പര്യം. എല്ലാം സുഖമായിരിക്കുന്നിടത്ത് യേശുവിൻ്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ ചെയ്യുന്ന എന്താ? പ്രശ്നമുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടി രക്ഷപ്പെടും. ഇനി ആ ബാധയും കൂടെ എൻ്റെ വണ്ടി വന്ന് വീഴുമെന്ന് ചോദിച്ചാൽ വിസിറ്റിങ്ങിന് പോകുമ്പോൾ കൂടെ വന്ന് വരുന്ന പുള്ളിക്കാരി ശരിയല്ല, പുള്ളിക്കാരൻ ശരിയല്ല. ഈ ശരിയല്ലാത്തവരുടെ അടുക്കലാണ് ദൈവം നമ്മളെ അയക്കുന്നത്. ആര് ശരിയല്ലാത്തവരുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം സ്നേഹിക്കുന്നത് ശരിയല്ലാത്തവരെയാ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവം സ്നേഹിക്കുന്ന വ്യഭിചാരികളെയാ. ദൈവം സ്നേഹിക്കുന്ന കൊള്ളക്കാരെ, കൊലപാതകളെ യേശു സ്നേഹിക്കുക. തീവ്രവാദികളെ യേശു സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അൽ ഖൈദയുടെ ആൾക്കാരെ യേശു സ്നേഹിക്കുന്നില്ലേ? സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ യേശു? നമുക്ക് വെറുപ്പാണ്. അൽ ഖൈദയുടെ ഒരാളെ യേശു എന്ന് വിളിച്ചാൽ കർത്താവ് തൊടുവോ ഇല്ലേ? തൊടുവോ? ബുദ്ധിമുട്ടാണോ അത് തൊടുവാൻ? കർത്താവിന് പേടിയാവോ? ബോംബ് കയ്യിലുണ്ടോ? കർത്താവ് ഇറങ്ങി വരത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോഡിയെ കർത്താവ് സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? പിണറായി വിജയനെ യേശു സ്നേഹിക്കുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് യേശു പറയുമോ വേണ്ടെന്ന്? നിരീശ്വരവാദി യേശു സ്നേഹിക്കുന്നുണ്ടോ? നിരീശ്വരവാദി ആയതുകൊണ്ട് യേശു സ്നേഹിക്കത്തില്ലേ? നമ്മളെ മാത്രമേ യേശു സ്നേഹിക്കത്തുള്ളൂ, വേറെ ആരും സ്നേഹിക്കത്തില്ലേ? നമ്മുടെ ബന്ധുക്കളെ യേശു സ്നേഹിക്കുന്നില്ലേ? ഹല്ലേലൂയ. എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആരെയും റിജക്റ്റ് ചെയ്തിട്ടില്ല. ദൈവം റിജക്റ്റ് ചെയ്തിട്ടുള്ളത് പാപത്തെ മാത്രമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളാണ് മനുഷ്യരെ റിജക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ആരെയും കണ്ടുകൂടാ, നമുക്ക് ആരെയും ഇഷ്ടമല്ല. നമ്മളെ പൊക്കി പറയുന്നവരെ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ളൂ. നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നവരെ മാത്രമേ ഇഷ്ടമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ നമുക്ക് ഇഷ്ടമല്ല. നമുക്കാണ് മനുഷ്യനെ ഇഷ്ടമല്ലാത്തത്. നമ്മളാണ് മനുഷ്യന് വേർതിരിവ് കൊടുക്കുന്നത്. നമ്മളാണ്. പക്ഷേ ദൈവം നമ്മൾ റിജക്റ്റ് ചെയ്യുന്നവനെ യേശു സ്നേഹിക്കുന്നു. അപ്പൊ നമ്മുടെ കണ്ണ് ശരിയല്ല. നമ്മുടെ കണ്ണ് കാഴ്ചപ്പാട് മാറണം. ഇന്ന് പകല് പറഞ്ഞാട്ടെ, കാഴ്ചപ്പാട് മാറണം. സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സുവിശേഷമല്ല, ഇത് കൃപയുടെ ശുശ്രൂഷയാണ്. യേശു സകല മനുഷ്യനെ സ്നേഹിക്കുന്നു. നമ്മൾ വെറുക്കുന്നവരെ യേശു കൂടുതലായി സ്നേഹിക്കുന്നു. നമ്മൾ റിജക്റ്റ് ചെയ്യുന്നവനെ യേശു സ്നേഹിക്കുകയാണ്. യേശു പാപികളെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നല്ല സുവിശേഷമാണ് നമ്മൾ പറയേണ്ടത്. ഈ രക്തസ്രാവക്കാരിയിലൂടെ ദൈവം നമുക്ക് തരുന്ന സന്ദേശം, ഹല്ലേലൂയ, പാരമ്പര്യമല്ല വലുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ റിജക്റ്റ് ചെയ്ത്, മനുഷ്യൻ അസാധ്യമെന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിക്കളഞ്ഞ കളഞ്ഞിരിക്കുന്ന നിന്നെ ദൈവം ഒരു ചരിത്രമാക്കാൻ പോവുകയാണ്. നിന്നെക്കുറിച്ച് ആയിരങ്ങൾ അറിയാൻ പോവുകയാണ്. നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്താൻ പോവുകയാണ്. പ്രൈസ്. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര വർഷം പഴക്കമുള്ള ബന്ധനവും ഏത് രോഗവും ഇന്ന് പകൽ ഇവിടെ വെച്ച എന്റെ ദൈവത്തിന്റെ കൃപയാൽ നിന്റെ തലയിൽ കൈവയ്ക്കണ്ട. ഇന്ന് പകല ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ തന്നെ നിന്റെ ശരീരത്തിൽ സൗഖ്യവും വിടുതലും വെളിപ്പെട്ടു വരാൻ പോകുന്നു. ആത്മാ പറയുന്ന ഒരു തീയുടെ അഭിഷേകം നിങ്ങളുടെ മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അസാധാരണമായൊരു ദൈവശക്തിക്ക് എത്ര പേർ താല്പര്യമുണ്ട്? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമുക്ക് ആത്മാക്കളെ നേടണം. എത്ര പേർക്ക് ആത്മാക്കളെ നേടാൻ താല്പര്യമുള്ളവരുണ്ട്? പാരമ്പര്യം പറഞ്ഞു ഇരിക്കാതെ, കൊറോണയുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞ് നടക്കാതെ, പ്രൈസ് ദി ലോർഡ്. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്നു നീ തിരിച്ചറിയണം. നീ അശുദ്ധമാകത്തില്ല. നിന്നെ അശുദ്ധമാക്കാൻ ആർക്കും പറ്റത്തില്ല. നിന്നെ ജോൺ ജി ലേക്ക് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം വൈറസുകൾ ബാധിച്ചിരുന്ന കാലഘട്ടത്ത് എലിപ്പനി മുഖാന്തരം ലോകം മുഴുവൻ, പ്ലേഗ് മുഖാന്തരം ലോകം മുഴുവനും പിന്നെ ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജോൺ ജി ലേക്ക് നേരെ ചെന്ന് ഗവൺമെന്റിനോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഈ രോഗികളെ ഞാൻ ശുശ്രൂഷിക്കാം. നാട്ടിൽ ഗവൺമെന്റ് പറഞ്ഞു, നിനക്ക് ഭ്രാന്ത. ഹല്ലേലൂയ. ഇത് പ്ലേഗ് വന്നുകൊണ്ടിരിക്കുക, മരിക്കാതെ പൊക്കോ, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞപ്പോൾ ജോൺ ജി ലേക്ക് പറഞ്ഞില്ല. ഹല്ലേലൂയ. നിങ്ങൾ ആ പ്ലേഗിന്റെ അണുക്കൾ എന്റെ ബോഡിയിലോട്ട് നിടാൻ പറഞ്ഞു. ആ ഗവൺമെന്റ് ഡോക്ടേഴ്സ് പ്ലേഗിന്റെ ആ അണുക്കൾ എടുത്ത് ജോൺ ജി ലേക്കിന്റെ കരങ്ങളിലിട്ടു. ആ കരങ്ങളിൽ ഇട്ട ഉടനെ ദൈവത്തിന്റെ തീ ആ മനുഷ്യനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ രോഗാണുക്കൾ കത്തിപ്പോകുന്നത് പ്രൈസ് ലോകം കണ്ടൊരു കാഴ്ചയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകല് കൊറോണയല്ല നമ്മൾ പേടിക്കേണ്ടത്. സാഹചര്യങ്ങളെയും കുറ്റം പറഞ്ഞ് പഴി പറഞ്ഞ് അയ്യോ വെളിയിലിറങ്ങിയ പ്രശ്നം, വണ്ടിയില്ല, കാറില്ല, അതില്ല, ഇതില്ല, മാസ്ക് ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിനകത്തിരുന്നാൽ നിനക്ക് വിടുതൽ കിട്ടത്തില്ല. ഇന്ന് പകരം നിന്നെ വീട്ടിനകത്ത് ഒതുങ്ങാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്.
Praise the Lord. ഈ ലോകം അവസാനിക്കുന്നത് വരെ വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, രോഗമുണ്ട്, വൈറസ് ഉണ്ട്. പക്ഷേ വിശ്വസിക്കുന്ന നിന്നിൽ വ്യാപരിക്കുന്നത് വൈറസിനേക്കാൾ മാരകമായ ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. വൈറസിനേക്കാൾ, കൊറോണ വൈറസിനേക്കാൾ മാരകമായ ദൈവത്തിന്റെ ശക്തി നിന്റെ അകത്തിന്റെ മകൾ വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവശക്തി ഇറങ്ങട്ടെ, ഗ്ലോറി വെളിപ്പെടട്ടെ. യെസ്, കരങ്ങളെ ചേർത്തടിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അടുത്തൊരു ലെവലിലോട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ കയറുവാൻ, ജോൺ ജി ലേക്കിനെ പോലെ ചിലർ ഇതിനകത്തുനിന്ന് പുറത്തു വരുവാൻ, തന്റെ ഇടമുള്ള ധൈര്യമുള്ള വിശ്വാസ വീരന്മാർ ഇതിനകത്തുനിന്ന് പുറത്തു വരുവാൻ, പാരമ്പര്യങ്ങളെ പറഞ്ഞ് പഴി പറഞ്ഞുകൊണ്ടിരിക്കാതെ, സാഹചര്യങ്ങളെ പഴി പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇറങ്ങി ഓടുവാൻ, യേശുവിന് വേണ്ടി ജീവിപ്പാൻ, യേശുവിനെ തൊടാൻ ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് ആത്മാവിന്റെ ശക്തിയിൽ ആരാധിച്ചോട്ടെ. ഹല്ലേലൂയ. വസിച്ചിടുവാൻ വൻകൃപയേകിടണേ, ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. ഹല്ലേലൂയ ജീസസ്.